ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് യോനയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഞാൻ വായിക്കും. യോനയെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവൻ്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. ദൈവത്തിന് സ്തോത്രം. സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തലയ്ക്ക് തണൽ നൽകുന്നവനായ ദൈവത്തിന് സ്തോത്രം. യോന എന്ന മനുഷ്യനുണ്ടാകുന്ന സങ്കടകരമായ സാഹചര്യത്തിൽ നിന്ന് തനിക്കൊരാശ്വാസം പകർന്ന് ആ ചൂടേറിയ മരുഭൂമിയിൽ ചൂടേറിയ അനുഭവത്തിൽ നിന്നും തനിക്കൊരു ആശ്വാസം ലഭിക്കുവാൻ ഒരാവണക്കനെ തണലായി കൽപ്പിച്ചാക്കിയ ദൈവം ഇന്ന് പകൽക്കാലം നമ്മളോട് അരുളി ചെയ്യുന്ന വചനം സ്തോത്രം. നമ്മുടെ സങ്കടങ്ങളിൽ ദൈവം നമുക്ക് തണലായി വരും. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ ഏതൊക്കെ സങ്കടങ്ങളിൽ കൂടെ പോകുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ സങ്കടങ്ങളില്ലാത്തവരാരുമില്ല. ഒന്നിനു പുറകെ ഒന്നൊന്നായി വ്യത്യസ്തമായ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മെ ആശ്വാസദായകനായ ദൈവം ഒരു തണൽ വൃക്ഷമായി വന്ന് ദൈവം നമുക്ക് ആശ്വാസം നൽകുന്ന ദൈവം. ഇന്ന് പകൽക്കാലം നിങ്ങൾ കടന്നു പോകുന്ന സങ്കടകരമായ വിഷയത്തിന്മേൽ, നിങ്ങളുടെ ജോലി സംബന്ധമായ വിഷയം, കുടുംബപരമായ വിഷയം, നിങ്ങളുടെ ശാരീരികമായ വിഷയം, മറ്റ് സാമൂഹികപരമായ വിഷയങ്ങൾ, ഏതുവിധമായ സങ്കടങ്ങളായിരുന്നാലും ആ സങ്കടത്തിനകത്ത് നമുക്കൊരാശ്വാസം നൽകുവാൻ, ഒരു തണൽ നൽകുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവക്രിസ്തു യേശുക്രിസ്തു പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം, ക്രിസ്തു ഒരു തണലാണ്. യേശു നമ്മുടെ ചൂടേറിയ മരുഭൂമി യാത്രയിൽ നമുക്ക് തണൽ വൃക്ഷമായി നമ്മുടെ കൂടെയുണ്ട് എന്ന് പകൽക്കാലം ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വിഷയത്തിന്മേലാണോ സങ്കടപ്പെടുന്നത് ആ വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും ഉരുകിത്തീരുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. ഏത് വിഷയത്തിലാണോ നിങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഏത് വിഷയത്തിലാണോ നിങ്ങൾ സങ്കടപ്പെട്ടു പോകുന്നത്, ആ വിഷയത്തിൽ നിന്നും നിങ്ങളെ കരം പിടിച്ചുയർത്തുവാൻ, നിങ്ങളുടെ സങ്കടത്തിൽ ഒരു നല്ല തുണയായി, നല്ല സഹിയായി, ഒരപ്പനായി, നിങ്ങളുടെ ഒരു കൂട്ടുകാരനായി, നിങ്ങൾക്കെല്ലാത്തിനും മീതെ എല്ലാമായി ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ആകയാൽ ഇന്ന് പകൽക്കാലം ആ കർത്താവിൻ്റെ കരങ്ങളിൽ പിടിച്ച് വിശ്വാസത്തോടെ മുൻപോട്ട് യാത്ര ചെയ്യാം. നിങ്ങളുടെ സങ്കടങ്ങളെ ദൈവം മാറ്റുവാൻ ഇതാ ഒരു തണലിന്ന് പകൽക്കാലം. അർത്ഥാൽ നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങൾക്ക് സഹായകനായി ദൈവം ചിലരെ അയക്കാൻ പോകുകയാണ്. ചില വാതിലുകൾ നിങ്ങൾക്കായി ദൈവം തുറക്കാൻ പോകുകയാണ്. വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ തണൽ അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാണ്.